ഏത് കാരണവശാലും ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീഴാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനെടുത്ത ഒരു തീരുമാനമാണ് കേരളത്തിൽ മാതൃകയായിക്കോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദപ്രകടനം. അതെൻ്റെ ഔദാര്യമാണ്. ആരും പറഞ്ഞിട്ടല്ല, കോടതി പറഞ്ഞിട്ടല്ല, കേസ് നടത്തിയിട്ടല്ല. എൻ്റെ മുമ്പിൽ ശ്രീമതി ടീച്ചർ കണ്ണീരോട് കൂടിയിട്ട് ടീച്ചറുടെ വീടിൽ, നാട്ടിൽ ടീച്ചർ സഞ്ചരിക്കുമ്പോഴെല്ലാം അവഹേളനം നേരിടുന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ, അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ വേണമെങ്കിൽ ഖേദം ഞാൻ രേഖപ്പെടുത്താം ടീച്ചറെ എന്ന എൻ്റെ അഭിപ്രായമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് PT തോമസ് എന്ന മുൻ MLA എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെതിരായിട്ട് അതിൻ്റെ ഡയറക്ടർമാരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ മക്കളുണ്ടെന്നും അവർ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അനഭിമതമായ സൗകര്യങ്ങൾ, ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടെന്നും PT തോമസിൻ്റെ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പ്രമുഖ മാധ്യമം 2 ദിവസം വാർത്ത കൊടുത്തതുമാണ്. ഈ വിഷയം ഞാൻ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചു. ടീച്ചർ എനിക്കങ്ങനെ ഒരു മകനില്ലെന്നും എനിക്കങ്ങനെ ഒരു മകൻ എൻ്റെ ഈ രീതിയിൽ ഒരു ഡയറക്ടറല്ലെന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നും ടീച്ചർ പറഞ്ഞുകൊണ്ട് ടീച്ചർ എനിക്കും PT തോമസിനെതിരെ കേസ് കൊടുത്തു. PT തോമസ് അന്തരിച്ചു. എനിക്കെതിരെ കേസ് നിൽക്കില്ല. കാരണം ഡിഫമേഷൻ കേസിൽ PT തോമസാണിത് പറഞ്ഞത്, ഞാനത് ഉദ്ധരിച്ചതാണ്. അപ്പോൾ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് നിൽക്കില്ല. ഞാൻ കണ്ണൂർ കോടതിയിൽ പോയി ജാമ്യമെടുത്ത് കേസ് മുന്നോട്ട് നയിക്കാൻ നിൽക്കുമ്പോൾ ടീച്ചറുടെ വക്കീൽ ശശി ഈ കേസ് നിൽക്കില്ല എന്ന് ടീച്ചറെ ബോധ്യപ്പെടുത്തി. വക്കീൽ എന്നോട് പറഞ്ഞു, അതൊന്ന് തീർത്തൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് തീർക്കാം, എനിക്കും എന്താ, ഇന്ന് ഒരു ഖേദം നടത്തി അവസാനിപ്പിച്ചുകൂടെ ഗോപാലകൃഷ്ണ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൂരിൽ വെച്ച് അവിടുത്തെ മീഡിയേഷനിൽ വെച്ചിട്ട് ടീച്ചർ എന്നോട് വിഷമത്തോടു കൂടി വളരെ വിഷമകരമായ ഒരവസ്ഥയിലാണ് ഞാൻ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോട് സംസാരിച്ചപ്പം ടീച്ചറുടെ മാനസിക വ്യഥയെ ഞാൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ മാനസിക വ്യഥ ടീച്ചർക്കുണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അത് ടീച്ചറുടെ വക്കീൽ കോടതിയിൽ കേസ് തീർന്നു എന്ന് പറഞ്ഞു. 5 പ്രാവശ്യം കേസ് തീർന്നു എന്ന് 5 പ്രാവശ്യം കോടതിയിൽ പറഞ്ഞു. പക്ഷേ ആരോ പറഞ്ഞിട്ടാവാം ടീച്ചർ വീണ്ടും കടലാസ് കൊടുത്തു. ആ കടലാസിൽ ടീച്ചർ ഞാനിത് പബ്ലിക്കായിട്ട് പറയണം എന്നാണ് ആവശ്യപ്പെട്ടത്. അത് ടീച്ചർ പറഞ്ഞപ്പം എനിക്ക് അതിൽ ചില അതാല്പര്യങ്ങളുണ്ടായി. അപ്പോൾ ആ അതാല്പര്യം കാരണം ഞാനിതിൻ്റെ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ വീണ്ടും അവിടെ ഒരു മീഡിയേഷനോടെ നടത്തി അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. കാരണം കേസ് നടത്തിയാൽ ടീച്ചർ മരിച്ചാലും കേസ് തീരില്ല, എന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോയാൽ ഒന്നും സംഭവിക്കില്ല. 2 കാരണങ്ങൾ കൊണ്ട് സംഭവിക്കില്ല. 1, ഡിഫമേഷൻ എടുക്കാൻ പറ്റില്ല. 2, മീഡിയേഷൻ എഗ്രിമെൻറ്റ് പ്രകാരം ഞാൻ ഖേദപ്രകടനം നടത്തിയതാണ്. നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആ ടെക്നിക്കൽ ആയിട്ടുള്ള വിഷയത്തിൽ വേറെ ഇല്ല, ഒന്നുമില്ല. ടീച്ചർക്കത് പറയാനുള്ള അവകാശമില്ല. പക്ഷേ ടീച്ചർ പറഞ്ഞത് മാനിച്ചുകൊണ്ട് ഇന്നലെ ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ മീഡിയേഷനിലിരുന്നു. അപ്പോഴും ടീച്ചർ ഇത് ആവർത്തിച്ചു. ഞാൻ ടീച്ചറുടെ കണ്ണീര് കണ്ടിട്ട്, സങ്കടം കണ്ടിട്ട് ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ സാരമില്ല, ഞാനിത് പറയാം, ടീച്ചറടുത്ത് ഒരു മനോവിഷമമുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടീച്ചറുടെ മനോവ്യഥയിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. പക്ഷെ ടീച്ചറുടെ മകൻ്റെ അതിലില്ല എന്നുള്ളത് സത്യവുമാണ്. CPMൻ്റെ ഉന്നത നേതാക്കന്മാരുടെ ചില മക്കളാണ് അതിലുള്ളത്. ടീച്ചറുടെ മകനില്ല. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറുടെ മകനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം പറയുന്നതിന് എനിക്ക് യാതൊരു വിഷമമില്ല. അതിൻ്റെ പേരിൽ ടീച്ചർക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിഷമത്തിൽ ഖേദിക്കുന്നു. ഖേദത്തെ മാപ്പാക്കി. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു, കോടതി പറഞ്ഞിട്ട്, കോടതിയാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത്. അരുൺകുമാർ എന്ന് പറയുന്ന വക്കീൽ, ആ വക്കീലാണ് ചെയ്യിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഈ അരുൺകുമാറിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ കേസ് എന്താണെന്ന് പോലും അരുൺകുമാറിന് അറിയില്ല. കാരണം കേസ് നടക്കുന്നത് കണ്ണൂരാണ്.
പക്ഷേ ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തതാണ് ക്വാഷ് ചെയ്യാൻ, FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കേസാണ്. തീർന്നു പൊക്കോട്ടെ, ടീച്ചറുടെ വിഷമം മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഖേദപ്രകടനം, ഇതാണ് എൻ്റെ ഫാക്ട്. ടീച്ചറുടെ മനോവിഷമത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഏത് കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഞാനത് വളരെ ഇന്നുവരെ കേരളത്തിൽ ഒരാളും ചെയ്യാത്തൊരു മാതൃക ഖേദം ഞാൻ ചെയ്തു. അതിനെ ഞാൻ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഹാൻഡിലുകൾ, ലെഫ്റ്റ് ഹാൻഡിലുകൾ അത് ഉയർത്തിക്കാട്ടിയപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പറയണ്ടേ. ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചു ഇത് കോടതി പറഞ്ഞിട്ടാണെന്ന്. അപ്പം ഞാനതിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ ഫേസ്ബുക്കിലിട്ടപ്പോഴാണ് പലർക്കും എന്താണ് നടന്നതെന്ന് അറിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പലരും വന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എന്നോട് നന്ദി പറഞ്ഞ് നല്ലത് വരട്ടെ ഗോപാലകൃഷ്ണ, എൻ്റെ മനോവ്യഥയിൽ ഇങ്ങനൊരു തീരുമാനമെടുത്തത് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീമതി ടീച്ചർ പോകുന്നത്. അവിടെ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നതിനോടൊരു അർത്ഥമില്ല. അവരുടെ മനോവ്യഥയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആരോ എല്ലാ സ്ഥലത്തും വാർത്ത കൊടുത്തത് ഞാൻ വാർത്ത കൊടുത്തിട്ടില്ല. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൊടുത്ത വാർത്തയിൽ ക്ലിയർ ചെയ്യേണ്ടത്, ക്ലാരിറ്റി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയായതുകൊണ്ട് ഇതൊരു വിവാദത്തിനല്ല, ആ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഫേസ്ബുക്കിലിട്ടു. അതുമായി ബന്ധപ്പെട്ട് പല ചാനലുകളും ചോദിച്ചു. ഞാൻ ആ കാര്യമൊക്കെ അവരോട് വിശദീകരിച്ചു. ഇതൊരു വിവാദം വീണ്ടും ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഒരു നല്ല പ്രവൃത്തിയെ ശ്രീമതി ടീച്ചർ നന്ദിയോടെ സ്മരിച്ചു, എന്നോട് നന്ദി പറഞ്ഞു, എനിക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ചിലർ ഞാൻ കേരളത്തിന് മാതൃകയായിട്ടാണത് പറഞ്ഞത്. ചാനൽ ചർച്ചയിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പല കാര്യങ്ങളിലുണ്ടാവും. അതെനിക്ക് വേണമെങ്കിൽ പറ്റില്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്കിത് സുപ്രീം കോടതി വരെ പോകാമല്ലോ. എൻ്റെ കയ്യിൽ ഓൾ എവിഡൻസ് ആർ ദെയർ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു നല്ല സത്പ്രവൃത്തിയാണ് ചെയ്തത്. പക്ഷെ അതിനെയാണ് തെറ്റിദ്ധരിപ്പിച്ച് ചില ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചത്. അല്ല, അരുൺകുമാറിന് അതിനകത്ത് റോളില്ല. മീഡിയേഷൻ നടത്തുന്നത് ഇവർ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, നമ്മളും ആവശ്യപ്പെട്ടു, തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററാണ്. ഒത്തുതീർപ്പ് വ്യവസ്ഥ നേരത്തെ ഉള്ളതല്ലേ. ഇറ്റ് വാസ് ഇൻ ദ JFCM കോർട്ട് കണ്ണൂർ. അല്ലല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രക്കാരെ വിളിച്ചിട്ട് ആളുകളെ നിർത്തി ഇത് പറയണം എന്ന രീതിയിലല്ലല്ലോ. ഖേദം അവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ. ഇന്നലെ വീണ്ടും ടീച്ചർ പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടായപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇത് മനസ്സിലാക്കണം, ഇതൊരു മാതൃകയാണ്. എന്തുകൊണ്ട് അങ്ങനെ അതിനെ ചിന്തിച്ചുകൂടാ? ഒരു ധാർമ്മികതയോടുകൂടി പറഞ്ഞതാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മികതയോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാതൃകാപരമായ ഒരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചത്. അതിനെ അങ്ങനെയാണ് കാണിക്കേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടത്. അത് പറയില്ല, അങ്ങനെ കാണിക്കില്ല, BJPയുടെ ആയതുകൊണ്ട് എങ്ങനെയും കാണിക്കാം എന്ന് ചിന്തിക്കണം. അവർ കാണിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്ത് പ്രചരണമാണ് ഇതിലെന്താ പ്രചരണം? രാഷ്ട്രീയത്തിൽ പ്രചരണങ്ങൾ സ്വാഭാവികമാണ്. മാങ്ങ ഉള്ളിടത്തല്ലേ കല്ലെറികൾ, എന്തുവേണം പ്രചരിക്കട്ടെ. പക്ഷേ യാഥാർത്ഥ്യം ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കോടതി നിർദ്ദേശപ്രകാരമാണ് മാപ്പ് പറഞ്ഞത് എന്നാണല്ലോ പറഞ്ഞേ. ഇതാ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പറയുന്നത്, കോടതി അങ്ങനെ ഒരു നിർദ്ദേശവുമില്ല, കോടതിയിൽ അങ്ങനെ ഒരു കേസുമില്ല, കോടതിയിൽ അങ്ങനെ ആരും കേസ് നടത്തിയിട്ടുമില്ല. പിന്നെ ഇപ്പം എന്താ, ഇതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം, മാതൃകാപരമായിട്ടുള്ളൊരു ഖേദമാണ്. ഇതൊന്നും സമൂഹ മാധ്യമത്തിൽ കണ്ട അലവലാദികൾ പറയുന്നതിൻ്റെയൊക്കെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്താ? നോ, നത്തിങ് എൽസ്. ഞാൻ ടീച്ചർ എന്നോട് നന്ദിയും എനിക്ക് നല്ലതും വരട്ടെ എന്ന് പറഞ്ഞ് പോയതല്ലേ. അപ്പോൾ ഞാൻ ടീച്ചറെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാനിതിനത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. കാരണം ഇത് രാഷ്ട്രീയമായി ഇതിനെ കാണുന്നത് മൂന്നാം തരം ആൾക്കാരാണ്. എൻ്റെ അടുത്തൊരു നിരവധി ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ എടുത്ത സ്റ്റാൻഡിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റാൻഡ് യു ഹാവ് ടേക്കൺ, ഇത് ബാക്കി എല്ലാവർക്കും മാതൃകയാണെന്ന് CPMൻ്റെ ഉള്ളിലുള്ള ആളുകൾ പറഞ്ഞു എന്നോട്. ഞാനത് അവർ പറഞ്ഞതിന് എൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. മൈ സ്റ്റാൻഡ് ഈസ് വെരി ക്ലിയർ. ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഖേദമാണ്. ആ ഖേദം ടീച്ചർക്കുണ്ടായിട്ടുള്ള പെയിനിലാണ്, നോട്ട് ഫോർ എനി അതർ തിങ്. ഇറ്റ് ഈസ് ഓൺലി എ റിഗ്രറ്റ്, നോട്ട് അപ്പോളജി. അപ്പോളജി ആൻഡ് റിഗ്രറ്റ് ഈസ് ബോത്ത് ഡിഫറെൻറ്റ്. അത് ആ മീഡിയേഷൻ്റെ എഗ്രിമെൻ്റ് ആർക്ക് പോയാലും കിട്ടുമല്ലോ. ഇറ്റ് ഈസ് റിഗ്രറ്റ്, നോട്ട് അപ്പോളജി. ഓക്കെ.